ഹായ് മക്കളെ, ബഹാവുദ്ദീൻ സാറാണ്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് സബ് ഡിവിഷൻ ഓഫ് ജേർണൽസിനെ കുറിച്ചിട്ടാണ്. അതായത് സ്പെഷ്യൽ ജേർണൽസ്. സ്പെഷ്യൽ ജേർണൽസിൽ ഏറ്റവും അവസാനമായി നമ്മൾ പഠിക്കുന്നതാണ് ജേർണൽ പ്രോപ്പർ. എന്തൊക്കെയാണ് ജേർണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യുക, എത്തരം ട്രാൻസാക്ഷൻസ് ആണ് ജേർണൽ പ്രോപ്പർ റെക്കോർഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ജേർണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യുക. ആദ്യത്തെ 7 സബ് ഡിവിഷൻ ഓഫ് ജേർണൽസും റെക്കോർഡ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യുക, ജേർണൽ പ്രോപ്പറിലേക്ക് റെക്കോർഡ് ചെയ്യുക. അതായത് അസറ്റ് കടത്തിന് വാങ്ങിയാലും വിറ്റാലും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും സംശയം ഉണ്ടാകുന്ന ടോപ്പിക്കാണ് അസറ്റ് കടത്തിന് വാങ്ങിയാൽ കടത്തിന് വിറ്റാൽ. അപ്പോൾ കടത്തിന് വാങ്ങും പർച്ചേസ് ഡേ ബുക്കിലല്ലേ, കടത്തിന് വിറ്റാൽ സെയിൽസ് ഡേ ബുക്കിലല്ലേ? അല്ല, ശ്രദ്ധിക്കാം. ഗുഡ്സ് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴുമാണ് നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്? പർച്ചേസ് ഡേ ബുക്കിലും സെയിൽസ് ഡേ ബുക്കിലേക്കും റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് ഒരു ഗുഡ്സ് കടത്തിന് വാങ്ങിയാൽ നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യണം? പർച്ചേസ് ഡേ ബുക്കിൽ. ഗുഡ്സ് കടത്തിന് വിറ്റാൽ എവിടേക്ക് റെക്കോർഡ് ചെയ്യണം? സെയിൽസ് ഡേ ബുക്കിൽ. എന്നാൽ ഇവിടെ നമ്മൾ കടത്തിന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അസറ്റിനെയാണ്. സോ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ അസറ്റ് കടത്തിന് വാങ്ങിയാൽ, അസറ്റ് കടത്തിന് വിറ്റാൽ. സെക്കൻഡ് വൺ ഓപ്പണിംഗ് എൻട്രീസ് ആണ്. മൂന്നാമത് നമ്മൾ പഠിച്ചിരിക്കുന്നത് ക്ലോസിംഗ് എൻട്രീസ് ആണ്. ദെൻ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആൻഡ് റെക്ടിഫിക്കേഷൻ എൻട്രീസ്. റെക്ടിഫിക്കേഷൻ എൻട്രീസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തെറ്റുകളൊക്കെ സ്വാഭാവികമാണ്, സംഭവിക്കുമല്ലോ. അപ്പോൾ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിന് റെക്ടിഫൈ ചെയ്യണം, തിരുത്തണം. അതിനാണ് റെക്ടിഫിക്കേഷൻ എൻട്രീസ്. ഓപ്പണിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പഠിക്കാനുള്ള ടോപ്പിക്കാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.